പൂവുമില്ല, ഫ്ലവറുമില്ല. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ കയറി ബെഡ്റൂമിന് മുന്നിൽ കാത്തുനിന്ന് തെലങ്കാന പോലീസ് അല്ലു അർജുനെ പുഷ്പം പോലെ പൊക്കി. പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങളും വ്യവസ്ഥയും കാറ്റിൽ പറത്തുന്ന പുഷ്പ തിയേറ്ററിൽ നിറഞ്ഞാടുമ്പോൾ അല്ലു അറസ്റ്റിലെ വിയോജിപ്പ് പരസ്യമാക്കി ചെറുചിരിയോടെ പോലീസിനൊപ്പം സ്റ്റേഷനിലേക്ക്. പുഷ്പയുടെ മാസോ അല്ലു അർജുന്റെ സ്റ്റാർ പരിവേഷമോ ഒന്നുമില്ലാതെ നിയമം നായകനെ അകത്താക്കുന്ന സൂപ്പർ സ്റ്റാറും സാധാരണ പൗരനും ഒന്നാകുന്ന നമ്മുടെ നിയമ സംവിധാനത്തിൽ നമുക്ക് അഭിമാനിക്കാം. പുഷ്പ 2 റിലീസിന്റെ പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുൻ എത്തിയപ്പോൾ ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന സ്ത്രീ മരിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ്. തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിനാൽ ഏറെ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ താരത്തിന് ആശ്വാസം. ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് നയിച്ച തിയേറ്ററിലെ ആ ദാരുണ സംഭവത്തിന് ഉത്തരവാദി അല്ലു അർജുനാണോ? സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് ഒരു പൗരന്റെ അവകാശങ്ങൾ അല്ലുവിന് നിഷേധിക്കണം? അതോ രാഷ്ട്രീയവും കുടുംബവും സിനിമയും ഇഴചേർന്ന ത്രില്ലർ സിനിമയിലെ രംഗമാണോ നമ്മൾ കണ്ടത്? ഈ വിഷയം പരിശോധിക്കുന്നു. സ്വാഗതം. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് ആദർശ് ഫിലിം റിവ്യൂവർ, വിജിത്ത് അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്, ഓൾ കേരള അല്ലു അർജുൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ രക്ഷാധികാരിയാണ് അദ്ദേഹം, ചന്ദ്രകാന്ത് വിശ്വനാഥ് ഞങ്ങളുടെ ന്യൂസ് 18 മലയാളം എഡിറ്ററാണ്, ശാസ്തമംഗലം അജിത് അഭിഭാഷകൻ, ഡോക്ടർ LC ഉമ്മൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം വിജിത്ത്, ഇന്ന് എല്ലാ അല്ലു അർജുൻ ഫാൻസും മിക്കവരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഹാർട്ട് ബ്രോക്കൺ ഇമോജീസ് ഇട്ടുകൊണ്ട് വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് ഈ അറസ്റ്റിനോട് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ചെറിയൊരു ആശ്വാസം ഇടക്കാല ജാമ്യം നൽകുന്നുണ്ടോ? അതെ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അതൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ആദ്യം ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽപ്പെട്ട അല്ലു അർജുൻ ആരാധികയായ ഒരു യുവതി ആണ്, യുവതിയുടെ ജീവനാണ് പൊലിഞ്ഞത്. അപ്പൊ ആ കുടുംബത്തിന് അതൊരു തീരാ നഷ്ടമാണ്. അവരുടെ കുടുംബത്തിൽ ഞാനും ഞങ്ങളുടെ സംഘടനയിൽ പങ്കുചേരുന്നു. ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ അല്ലു അർജുനും അവരുടെ മരണത്തിൽ, അതിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉടനടി തന്നെ 25 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത് എല്ലാ സെലിബ്രിറ്റികളും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മരണങ്ങളും ഇൻസിഡന്റുകളും ഒക്കെ സംഭവിക്കുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള വ്യവസ്ഥയാണ്. അപ്പോൾ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് താരങ്ങൾക്ക് പല പരിപാടികൾക്കും പോകേണ്ടി വരും. ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ പലതവണ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും അടുത്തായിട്ട് സംഭവിച്ചത് 2017 ഷാറൂഖ് ഖാന്റെ റായിസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഗുജറാത്തിലെ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ആള് മരണപ്പെട്ടു. 2 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2017 ജനുവരിയിലാണ് ഈ സംഭവം നടന്നത്. ക്രിക്കറ്റ് താരങ്ങളായ യൂസഫ് പഠാനും ഇർഫാൻ പഠാനും ഒക്കെ ആ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. അപ്പൊ ആ സംഭവത്തിൽ ആള് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഷാറൂഖ് ഖാനെതിരെ കേസെടുക്കുകയും അത് പിന്നീട് ബോംബെ ഹൈക്കോടതി റദ്ദാക്കുകയൊക്കെ ചെയ്തിരുന്നു. കാര്യം അദ്ദേഹത്തിനെതിരെ കേസ് നിലനിൽക്കില്ല. അത് ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പം ന്യൂസിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് 105 BNS 105, 118 വകുപ്പുകളാണ് അദ്ദേഹത്തിന് ചാർത്തി കേസെടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നോൺ ബെയിലബിൾ കേസാണ്. 105 എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റവും 118/1 എന്ന് പറയുന്നത് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു 2 കേസുകൾ എങ്ങനെ ഇതിൽ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഈ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബീഹാറിൽ പോയി, പല സ്ഥലങ്ങളിലും വലിയ ക്രൗഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഒരു സ്ഥലത്ത് പബ്ലിക് സ്പേസിൽ പോകുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിയമ നടപടികളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകാറുള്ളത്. ഇപ്പോ സന്ധ്യ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചത്. വിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഷാരൂഖ് ഖാനുമായി ബന്ധപ്പെട്ട ഈ സംഭവം, റൈസിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ദാരുണ സംഭവമൊക്കെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇതിൽ വിജിത്ത് എന്താണ് കരുതുന്നത്? നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ, അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ അത് നടക്കുന്നു എന്നതാണോ? അതിനപ്പുറം എന്തെങ്കിലും ലക്ഷ്യങ്ങളോടെയുള്ള സമീപനം ഇതിലുണ്ട് എന്നതാണോ? നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഈ സംഭവത്തിൽ?
ഞങ്ങളുടെ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണത്തിൽ അവിടെ സെക്യൂരിറ്റി വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് പോലീസ് അധികാരികളാണ്. ഇവിടെ കേരളത്തിൽ പലതവണ അദ്ദേഹം വന്നപ്പോഴും കേരള പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. വളരെ നല്ല രീതിയിലാണ് അവരുടെ സൈഡിൽ നിന്ന് കോർപ്പറേഷൻ നടത്തിയിരുന്നത്. നമ്മൾ അവരുടെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്തതൊക്കെ വളരെ നന്നായിട്ടായിരുന്നു. അപ്പോൾ ആന്ധ്രയുടെ ഒക്കെ കുറച്ചുകൂടെ സംഭവങ്ങൾ ഇത്തിരി വ്യത്യസ്തമാണ്. അവിടെ നമ്മുടെ പോലെ അല്ല, കുറച്ചുകൂടെയൊക്കെ ആൾക്കാർക്ക് പാനിസം വളരെ കൂടുതലുള്ള ആളാണ്. ക്രൗഡ് ഇതിനേക്കാളും വരുന്ന ഏരിയയാണ്. അപ്പോൾ സന്ധ്യ തിയേറ്റർ ഓണേഴ്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഈ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കണം, പോലീസ് ബന്ദോബസ്ത് ഒരുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അതിന്റെ രേഖ പകർപ്പ് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടിരുന്നു. അപ്പോൾ പോലീസ് ഒരു സുരക്ഷ ഒരുക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മരണ കാരണമെന്നാണ് പ്രാഥമിക നിരീക്ഷണം. പിന്നെ അതിന്റെ പേരിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും വാർത്തകൾ കേൾക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹവുമായിട്ടോ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായിട്ടോ ഒന്നും നമുക്ക് നേരിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷന്റെ നിലപാടുകളൊക്കെയാണ് നമ്മൾ, അല്ല ആക്ടിവിറ്റീസും ഒക്കെയാണ് നമ്മൾ അദ്ദേഹവുമായിട്ട് പേഴ്സണലി സംസാരിക്കുന്നത്. വിജിത്ത്, ഇതിൽ വളരെ അതിവൈകാരികമായ പ്രതികരണങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമ്മൾ പ്രതികരണത്തിന് വേണ്ടി ചില ഫാൻസിനെയൊക്കെ വിളിച്ചപ്പോൾ അവർ ന്യൂസ് 18-ൽ തന്നെ അതിവൈകാരികമായി പ്രതികരിച്ചവരുണ്ട്. ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്ന ആരാധകരെ കണ്ടു. വളരെ അതിവൈകാരികമായാണ് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഈ ആരാധക കൂട്ടങ്ങൾ പ്രതികരിക്കുക. വിജിത്തിന് പേഴ്സണലി ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ? അങ്ങനെ അതിവൈകാരികമായി പ്രതികരിക്കുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ആരാധകരോട് നിങ്ങളുടെ അസോസിയേഷൻ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ എന്തൊരു സംഭവം നടന്നു കഴിഞ്ഞാലും സമചിത്തതയോടെ പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ നിലപാട്. മുമ്പും പുഷ്പയുടെ റിവ്യൂവിനെ ആയിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ പറയുന്നവർക്കെതിരെ ആരാധകർ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ ആരാധകരും ടെയും ഒരു രക്ഷാധികാരി എന്ന് പറയുന്നത് അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷൻ അല്ല. ഞങ്ങളുടെ ഫാൻസ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരുമുണ്ട്, എടുക്കാത്ത ആൾക്കാർ നിരവധിയുണ്ട്. അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാത്ത ആൾക്കാരാണ് നിരവധി കൂടുതൽ. അപ്പോൾ ഒരു അസോസിയേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ വൈകാരികമായിട്ട് പെട്ടെന്ന് ചാടിക്കേറി ഒരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ വളരെ സമാധാനപരമായിട്ട് തൃശ്ശൂർ നാളെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുമുതലൊന്നും നശിപ്പിക്കാതെ, മറ്റു പബ്ലിക്കിന് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവാതെ ഒരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരാധകരോടെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങൾ നമ്മുടെ മെമ്പേഴ്സിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വൈകാരികമായിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ ആർക്കെതിരെയും പ്രതികരിക്കാതിരിക്കുക, ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നത് വരെ എല്ലാവരും മൗനം പാലിക്കുക, അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകുക. അതാണ് നമ്മുടെ മെയിൻ മോട്ടോ. ഇങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി, ഞങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സംഘടനയിൽ അല്ലാത്ത മെമ്പേഴ്സ് അല്ലാതെ അല്ലു അർജുൻ ആരാധകർ നിരവധി ഉണ്ടല്ലോ. അവരൊക്കെ പല ന്യൂസ് 18 പോലുള്ള പല ചാനലുകളിലും വന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനൊന്നും ഉത്തരവാദിത്വം ഞങ്ങളുടെ സംഘടനയ്ക്കില്ല. AFW എന്ന് പറയുന്ന സംഘടന 10-18 വർഷമായിട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ സമചിത്തതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അത് തന്നെയാണ് നിലപാട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഇതിൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള 2 വകുപ്പുകൾ BNS 105, 118(1) ഇതെങ്ങനെ അല്ലു അർജുനെതിരെ ചുമത്തും എന്ന ചോദ്യം 2 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങളാണ് തെലങ്കാന ഹൈക്കോടതിയിൽ നടന്നത്. ഒരു സൂപ്പർ സ്റ്റാർ നായകൻ ഒരു സ്ഥലത്തെത്തുമ്പോൾ, അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് എങ്ങനെ വന്നു ചേരും? അദ്ദേഹത്തിന് മറ്റ് സാധാരണ പൗരന്മാർക്കുള്ള അവകാശങ്ങളില്ലേ എന്ന ഒരു ചോദ്യം ഈ സംഭവം ഉയർത്തുന്നുണ്ട്. താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഹലോ, ഈ സംഭവത്തെ പറ്റി 2-3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ ഓടിക്കയറുന്നത്. ഒന്ന്, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഒരു ക്രൗഡിൽ ഒരു മാനേജ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സും സേഫ്റ്റി മെഷേഴ്സും ലോ ആൻഡ് ഓർഡർ ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടാകണം. കാരണം ഇത് വളരെ എളുപ്പം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നൊരു കാരണമാണ്. ഇത്രമാത്രം സിനിമയെന്ന് പറഞ്ഞാൽ ആകർഷണമില്ലാതെ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? അപ്പോൾ ഇത്രയും വലിയ ഒരു പോപ്പുലറായിട്ടുള്ളൊരു സ്റ്റാർ അവിടെ വരുന്നു എന്നുള്ള പോലീസിന് ഇൻഫർമേഷൻ നമ്മൾ പോലീസിനെ അറിയിക്കേണ്ട കാര്യമില്ല. പോലീസ് തന്നെ അത് മനസ്സിലാക്കാവുന്ന കാര്യമില്ലേ? ഇത് പോലീസിൻ്റേതായിട്ടുള്ള ഇൻ്റലിജൻസ് നെറ്റ്വർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാതറിങ് അവിടെ ഉണ്ടാകുമ്പം
തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടോ, സേഫ്റ്റി ഉണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള മാൻ പവർ അവിടെ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസ് അധികാരികൾ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ സംഭവത്തെ നോക്കിക്കാണുമ്പോൾ ഈ സംഭവം 100% വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിപ്പോയി. അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പോലീസ് നടപടി അതിനെക്കാട്ടി ദൗർഭാഗ്യകരമായിപ്പോയി, വളരെ കഷ്ടമായിപ്പോയി. കാരണം ഇപ്പം ഇതിനെപ്പറ്റി പ്രാഥമികമായിട്ടുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് തടിച്ചുകൂടി. ഈ മരണപ്പെട്ടു പോയ ഈ സ്ത്രീയും അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു. അപ്പോൾ അവരും അവിടെ അവർ കുട്ടിയായിട്ട് ഓടി വന്നിട്ട് എപ്പോഴത്തേക്ക് സ്റ്റാമ്പീഡുണ്ടായി. സ്റ്റാമ്പീഡിൻ്റെ ഇടയിൽ ഈ സ്ത്രീ പെട്ടുപോയി, മകനും പെട്ടുപോയി. രണ്ടുപേർക്കും ശ്വാസം മുട്ടലുണ്ടായി. അപ്പോൾ പോലീസ് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും പിടിച്ച് വലിച്ച് വെളിയിലാക്കി അപ്പം തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ളത് കൊടുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ മരണപ്പെട്ടു. മറ്റേ ആ കുട്ടിയുടെ നില കുറച്ച് ക്രിട്ടിക്കലാണെന്ന് പറയുന്നു. എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയത്തില്ല. അത് തരണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ലേറ്റസ്റ്റ് മെഡിക്കൽ ബുള്ളറ്റിനൊന്നും തന്നെ എനിക്ക് വാർത്തയിൽ കാണാനായിട്ട് അവസരം ഉണ്ടായില്ല. പിന്നെ ഇതിനെ തുടർന്ന് ഇത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രൈമറിലി ഒരു ലാപ്സാണിത്. ഇതേപോലൊരു സെലിബ്രിറ്റിക്ക് ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇതുപോലൊരു സ്റ്റാമ്പീഡ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയും മെഷേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നൊരു സെലിബ്രിറ്റിയോട് ആർക്കെങ്കിലും ആവശ്യപ്പെടാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല അത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സെക്യൂരിറ്റിയും സേഫ്റ്റി മെഷേഴ്സും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അധികാരികൾ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലാപ്സ്, അതിനെ സംബന്ധിച്ച് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചാണോ ഇത്തരത്തിലൊരു വകുപ്പ് ചുമത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്നിപ്പോൾ ഇത് വാദം കേട്ട് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ഊണിൻ്റെ സമയത്താണ് ഇതിന് വേണ്ടിയിട്ട് തെലങ്കാന ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ നിരഞ്ജൻ റെഡ്ഡി ഇതിനു വേണ്ടി മൂവ് ചെയ്തത്. വൈകുന്നേരം 4 മണിക്ക് അത് കേൾക്കാനെടുത്തു. ഏകദേശം 2 മണിക്കൂറോളം വാദം കേട്ട ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞു, വളരെ ദൗർഭാഗ്യകരമായ ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ പ്രോസിക്യൂട്ടർ ഈ ജാമ്യാപേക്ഷ ഓപ്പോസ് ചെയ്തു, എതിർത്തതിനെ സംബന്ധിച്ചും കോടതി പറഞ്ഞു, ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണമുള്ളൊരു കേസിനകത്ത് നേരത്തെ എൻ്റെ ആ സുഹൃത്ത് ചൂണ്ടിക്കാണിയതുപോലെ ഷാരൂഖ് ഖാൻ്റെ കേസും അതുപോലെ ആർണോൾഡ് ഗോസ്വാമിയുടെ കേസും മറ്റുമൊക്കെ റെഫറൻസിൽ വന്നു. എന്നിട്ടാണ് ഇൻട്രീം ബെയിൽ 4 ആഴ്ചത്തേക്ക് കൊടുത്തത്. ഇതിപ്പോൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഹർജി ഇതിൻ്റെ FIRഉം അതിൻ്റെ അനുബന്ധ ക്രൈം റെക്കോർഡുകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല, നിയമപരമായിട്ട് നിലനിൽക്കില്ല, അത് ക്വാഷ് ചെയ്യണം, അതായത് റദ്ദ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഹർജി ബോധിപ്പിച്ചിട്ടുള്ളത്. മിക്കവാറും അത് ക്വാഷ് ചെയ്ത് പോകും, അതിലൊരു സംശയമില്ല. എടുത്തത് ഉണ്ടായ സംഭവം വളരെ ദൗർഭാഗ്യകരം. അതിനെ തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആക്ഷൻ അതിനെക്കാട്ടി വളരെ നിരുത്തരവാദപരമായിപ്പോയി. അവർ ഇത്ര ചാടിക്കയറി ഇങ്ങനൊരു ആക്ഷന് പോകരുതായിരുന്നു. ഹൈദരാബാദിലൊക്കെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥനാണ് പോലീസ് കമ്മീഷണറായിട്ട് ഇരിക്കുന്നത്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള അറസ്റ്റ് നടക്കുന്നതിന് മുമ്പ് അതിനൊരു ക്ലിയറൻസ് തീർച്ചയായിട്ടും ആ അറസ്റ്റ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥൻ ഹയർ ഓഫീസേഴ്സിൻ്റെ നിന്ന് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും 2 രീതിയിൽ നോക്കിയാലും വളരെ നിർഭാഗ്യകരമായ സംഭവമായിപ്പോയി. ശരി, നമുക്കൊപ്പം ആദർശ് കൂടി ചേരുകയാണ്. ഗവേഷക വിദ്യാർത്ഥിയും സിനിമാ നിരൂപകനുമാണ്. ആദർശ്, ഈ സിനിമയുടെ മറ്റൊരു ചർച്ച പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ പുഷ്പ 2 കണ്ടിട്ട് വന്നിട്ട് അതിനിശിതമായ വിമർശനം ഉന്നയിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആദർശ്, ഇതിപ്പോൾ പുഷ്പയിലെ മാസ് സീനുകളൊന്നുമില്ല എങ്കിൽ പോലും ഒരു സിനിമയുടെ എല്ലാ നാടകീയതയുമുള്ള ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. അല്ലു അർജുനെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിന് മുന്നിൽ കാത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ റിവ്യൂ നടക്കുന്നിടത്തുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളിൽ അവിടെ എത്തുന്ന നടന്മാരോ നടികളോ ആണ് ഉത്തരവാദികൾ എന്ന് വന്നാൽ ഇനിയുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാകുമല്ലോ. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഈ സംഭവങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു സ്വാഭാവിക സംഭവം മാത്രമാണ്. ഇപ്പം ഇന്ത്യയിലെ ഏതൊരു പൗരനും നേരിട്ടേക്കാവുന്ന ഒരു നിയമ നടപടി മാത്രമാണ് അല്ലു അർജുൻ ഇന്ന് നേരിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ 11ാമത്തെ പ്രതിയാണ് അല്ലു അർജുൻ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കേസിലെ 1ാം പ്രതി ഒന്നുമല്ല, കേസിലെ 11ാം പ്രതിയാണ്. ഈ കേസിലെ തന്നെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തിയേറ്റർ ഉടമകൾ 3 പേർക്കെതിരെ ഓൾറെഡി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതെന്തുകൊണ്ടോ രാജ്യത്തോടടുത്തും ചർച്ചയായിട്ടില്ല. അല്ലു അർജുൻ്റെ അറസ്റ്റ് മാത്രമാണ് നിലവിൽ ചർച്ചയായിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഇപ്പം സ്വാഭാവികമായി നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലളിതമായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നാട്ടിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ടത്തിലൊക്കെ പലപ്പോഴും ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉത്സവം ആരാണോ അറേഞ്ച് ചെയ്യുന്ന ഉത്സവ കമ്മിറ്റിക്ക് നേരെ കേസ് വരും. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതുപോലെ ഇന്ന് അല്ലു അർജുൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട്, സിനിമയുടെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം വയ്ക്കുന്നു.
അത് പോലീസിനെ മുമ്പ് അറിയിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഇപ്പം നിലവിൽ പോലീസിന് മുമ്പ് അറിയിച്ചിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് 2-ാം തീയതി ഇത് പോലീസിനെ അറിയിച്ചിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് തിയേറ്റർ ഉടമകൾ ഒരു കത്ത് പുറത്തു വിടുന്നുണ്ട്. പക്ഷേ ആ കത്തിൽ ഡേറ്റ് എഴുതിയിരിക്കുന്നത് പേന ഉപയോഗിച്ചിട്ടാണെന്നും ഇത് ഫോർജ്ഡ് ആവാൻ സാധ്യതയുണ്ടെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട്. സോ അതിൻ്റെ ആധികാരികത പിന്നീട് കോടതിയിലാണ് അത് പരിശോധിക്കേണ്ടത്. അതല്ലാതെ ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ആരാണോ ഇതിനകത്ത് പ്രതിയായി വരുന്നത് 11ാമത്തെ പ്രതി എന്നുള്ള രീതിയിൽ അല്ലു അർജുൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസ് വരുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് ഹൈക്കോടതി ആ റിമാൻഡ് പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ 4 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അല്ലു അർജുന് നൽകുന്നത്. സോ ഇതൊരു വളരെ ബേസിക്കായ നടപടി മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പക്ഷേ ഒരു അനാവശ്യ തിടുക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ഈ സംഭവം നടക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് തിയേറ്ററിന്റെ. ആ സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ആയിരുന്നു അല്ലു അർജുൻ ഉണ്ടായിരുന്നത്. ഇത് പോലീസിനെ അറിയിച്ചിട്ടാണ് എത്തിയതെന്ന് അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എത്തരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു, വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ തെളിവ് ഹാജരാക്കാം എന്നതാണ് പ്രോസിക്യൂഷൻ സൂചിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ നോക്കൂ, നമ്മൾ ഈ റിലീസുകളുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ഷോകൾ നടക്കുന്നു, അവിടെ വലിയ രീതിയിൽ ആരാധകരുടെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ പലതവണയായിട്ട് കണ്ടത്. ഒരു ദാരുണ സംഭവം അവിടെ ഉണ്ടായിപ്പോയത് മനഃപൂർവ്വമായി അല്ലെങ്കിൽ അറിവോടുകൂടി ഒക്കെ നടന്ന സംഭവം. അതിന് അങ്ങനെയുള്ള ഈ 115-ഉം 105-ഉം 118-ഉം ചുമത്താൻ തക്ക തരത്തിൽ ഉള്ള ഗൗരവമായ കുറ്റകൃത്യം, നോൺ ബെയിലബിൾ ഒഫൻസ് അദ്ദേഹത്തിനെതിരെ ചുമത്തുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പറയുന്നത് അല്ലു അർജുൻ അതിൽ വലിയ എതിർപ്പ് രേഖപ്പെടുത്തി എന്നാണ്. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന് മുൻവശത്ത് പോലീസ് കാത്തു നിൽക്കുകയായിരുന്നു. ഡ്രസ്സ് മാറാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ അവിടെ വരെ എത്തി കാത്തു നിൽക്കുകയായിരുന്നു പോലീസ്. അങ്ങനെ ഒരു നാടകീയ രംഗം സൃഷ്ടിച്ചൊക്കെ ഉള്ള അറസ്റ്റിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കോടതി അതിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു രാജ്യം എന്ന് പറയുന്ന രീതിക്ക് ഒരു റൂൾ ഓഫ് ലോ ഉണ്ടല്ലോ. റൂൾ ഓഫ് ലോയിൽ എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്. കോമൺ മാനിന് കിട്ടുന്ന അതേ നീതി തന്നെയാണ് അല്ലു അർജുനും. അല്ല അദ്ദേഹം സെലിബ്രിറ്റി ആണെന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. മുമ്പും പല സെലിബ്രിറ്റികളും ഈ രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നടന്നു എന്നുള്ളത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പം അല്ലു അർജുൻ ഒരു ദിവസം പോലും ഇന്ന് ജയിലിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴത്തേക്കും ജനരോക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരോക്ഷം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നതുപോലെയുള്ള രീതിയിലുള്ള ആരാധകരോക്ഷം അത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് അവരുടെ വൈകാരികത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ റൂൾ ഓഫ് ലോ ഉള്ളൊരു രാജ്യത്ത് എല്ലാവരോടും ഒരേ സമീപനം കാണിക്കും പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ അടുത്തല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അന്നത് വിവാദം ഉണ്ടാകും സ്വാഭാവികമാണ്. പക്ഷേ ഇത് സ്വാഭാവികമായി രാജ്യത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും ഒരു പൊതു സ്ഥലത്ത് ഒരു സമരമോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അവർ മുൻകൂട്ടി പോലീസിനെ അറിയിക്കും. അങ്ങനെ നടത്താതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് നടപടികൾക്ക്, നിയമ നടപടികൾക്ക് കാരണമായി മാറും. അത് തന്നെയാണ് ഇവിടെ അല്ലു അർജുൻ്റെ കാര്യത്തിന് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. അതിന് ഹൈദരാബാദ് പോലീസിനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഇവർക്ക് ഇതിന് മുമ്പ് ഈ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന് അവർ നൽകിയിട്ടുള്ള മറുപടി എന്തായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കണം. ഒരുപക്ഷെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ലെറ്ററിന് മറുപടിയായിട്ട് അല്ലു അർജുനെ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കാം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന റിപ്ലൈ. അത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായി തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അതിനു മുമ്പ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ചന്ദ്രകാന്ത് വിശ്വനാഥ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചന്ദ്രകാന്ത്, ഇത് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് BRS ആരോപിക്കുന്നു. നമുക്കറിയാം തെലങ്കാന, ആന്ധ്ര രാഷ്ട്രീയം, സിനിമയൊക്കെ എങ്ങനെ ഇഴചേർന്നിരിക്കുന്നു എന്നത് നമുക്ക് കാണാം. അതിനും അപ്പുറം ഇവിടെ കുടുംബപരമായ വിഷയങ്ങൾ കൂടി ഉണ്ട്. സിനിമ ഇൻഡസ്ട്രിയിലെ കുടുംബപരമായ വൈര്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, വാർത്തകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ആ നിലയിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മൾ ഈ തെലുങ്ക് പടം കാണുമ്പോൾ അത് ഡബ് ചെയ്തിട്ടാണ് കേരളത്തിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാവും. പക്ഷേ ഒരു തെലുങ്ക് നാട്ടിൽ നടക്കുന്ന ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ വൈകാരികമായ പരിസരമോ അതിൻ്റെ സാംസ്കാരികമായ പരിസരമൊന്നും മലയാളത്തിലുള്ളവർക്കോ മറ്റ് പുറത്തുള്ളവർക്കോ കിട്ടുന്നില്ല. അത് വളരെ എന്താ പറയുക, വളരെ നേരിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അറസ്റ്റിൻ്റെ തുറന്നുണ്ടായ വികാര വിക്ഷോഭങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഓഡിയോയിൽ എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നു. കേൾക്കാമോ? PCR നിന്ന് എന്നെ അറിയിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഓഡിയോയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് PCR നിന്ന് പറയുന്നത്. ഞാൻ ചന്ദ്രകാന്തിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം.
വീണ്ടും ചർച്ചയിലേക്ക് ചന്ദ്രകാന്ത് വിശ്വനാഥ് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, ഒപ്പം കുടുംബപരമായും സിനിമയിലും ഒക്കെ ഉള്ള വൈരം ഇതിന് പിന്നിലുണ്ട് എന്ന സംശയം, അതുമായി ബന്ധപ്പെട്ടുള്ള പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. രേണുക, നമ്മൾ ഈ തെലുങ്ക് പടങ്ങളൊക്കെ കേരളത്തിൽ കാണുന്നത് ഡബ് ചെയ്തിട്ടാണ്. അപ്പം മലയാളത്തിൽ വരുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ കഥ മനസ്സിലാവും, സംഭാഷണങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സാംസ്കാരികപരവും വൈകാരികപരമായ പരിസരങ്ങളൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഇപ്പോൾ ഈ പുഷ്പ 2 റിലീസായപ്പം അതിലെ നായകനോടുള്ള പെരുമാറ്റം, ഇതൊക്കെ സംബന്ധിച്ച് മലയാളികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി. കാരണം മലയാളികൾക്ക് അറിയത്തില്ലാത്ത അല്ലെങ്കിൽ നേരിട്ട് അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ നടക്കുന്നിരിക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാം, അല്ലു അർജുൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം കളക്ട് ചെയ്തിരിക്കുന്നത് സിനിമയുടെ നായകനാണ്. ഇപ്പോൾ തെലുങ്ക് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ തെലുങ്കാനയിലോ ഒക്കെ സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന രാഷ്ട്രീയവുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. എത്രയോ നാളുകളായിട്ട് രാഷ്ട്രീയവും സിനിമയും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധമുണ്ട്. എൻ ടി രാമറാവട്ടെ, ചിരഞ്ജീവി ആകട്ടെ, ഇപ്പോൾ അല്ലെങ്കിൽ പവൻ കല്യാൺ ആകട്ടെ, ഇങ്ങനെ ഈ തെലുങ്ക് രാഷ്ട്രീയത്തിൽ, അതായത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയുള്ള രാഷ്ട്രീയത്തിൽ ഇതിന് വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ അങ്ങ് പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്തത് ഒരു നിഷ്കളങ്കമായ നിയമവ്യവസ്ഥയുടെ നടപ്പാക്കലായിട്ടൊന്നും കരുതാൻ പറ്റില്ല. ഈ 11 പ്രതിയാണ് അല്ലു അർജുൻ. 1, 2, 3 പ്രതികളെയും അല്ലു അർജുനെയുമാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് വിവരം കിട്ടിയത്. അപ്പോൾ എന്തായാലും ശരി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ യാതൊരുവിധ ലക്ഷ്യവുമില്ലാതെയാണ് എന്ന് അവിടെ ആരും വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തെലുങ്കാനയിൽ നടക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായ ചില വിവാദങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കർഷകരുടെ കടം എഴുതിത്തള്ളൽ എന്ന് പറയുന്ന 18,000 കോടിയുടെ കടം എഴുതിത്തള്ളൽ ബന്ധപ്പെട്ട് അവിടെ ഒരു വിവാദം നടക്കുന്നുണ്ട്. 2, അവിടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ എന്ന് പറയുന്നത് തെലങ്കാന തള്ളി എന്ന് പറയുന്നൊരു പ്രതിമയാണ്. അതവിടെ തെലുങ്കരുടെ ഒരു ആത്മഗൗരവം, അതായത് തെലുങ്ക് ഐഡൻറ്റിറ്റി, തെലുങ്ക് തള്ളി എന്ന് പറയുന്ന ഒരു പ്രതിമയാണ് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ഉള്ളത്. 2014 അല്ലെങ്കിൽ 2013 ഈ തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായിട്ട് 2ആയിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ അതിന് മുമ്പ് തന്നെ 2003 തന്നെ തുടങ്ങിയ ഒരു ആശയമാണ് ഒരു തെലങ്കാന തള്ളി എന്ന് പറയുന്ന ഒരു പ്രതിമയുടെ രൂപം. ഈ രൂപമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ തെലങ്കാന തള്ളി 2024 ഡിസംബർ 10, അത് കഴിഞ്ഞ ദിവസം ഇതിനെ റിലീസ് ചെയ്തു, അതായത് സെക്രട്ടേറിയറ്റിലെ മുമ്പിൽ. അപ്പോൾ അതിന് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു ആദ്യത്തെ പ്രതിമയും രണ്ടാമത്തെ പ്രതിമയുമായിട്ട്. അതായത് ആദ്യം 2003 രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു പിങ്ക് സാരിയും അതുപോലെ തന്നെ കയ്യിൽ ബത്തുക്കമ്മ എന്ന് പറയുന്ന അവരുടെ ഒരു 9 ദിവസത്തെ ഒരു ഉത്സവമുണ്ട്, നമ്മുടെ നവരാത്രി പോലത്തെ ഒരു ഉത്സവമാണ്. അതിനുണ്ടാകുന്ന കുടം, അത് അവരുടെ ഒരു സാംസ്കാരിക പൈതൃകമായിട്ട് അവർ കണക്കാക്കുന്നു. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വെച്ചപ്പോൾ ഈ പ്രതിമയുടെ കളറ്, പ്രതിമയുടെ സാരി, അത് ഈ പോച്ചമ്പള്ളിയൊക്കെ പോലെ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സാരികളുടെ പാരമ്പര്യത്തിലാണ് ഈ സാരി അവിടെ വെച്ചത്. അതിപ്പോൾ ഉള്ളത് പച്ച നിറത്തിലുള്ള സാരിയും ഈ തള്ളി എന്ന് പറയുന്ന മാതാവിന് ഒരു അഭയമുദ്രയാണ്. നമുക്കറിയാം അഭയമുദ്ര എന്താണ്. അഭയമുദ്ര കാണിക്കുന്നത് ഒരാൾ കയ്യിൽ കാണിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചിഹ്നവുമായിട്ട് സാമ്യമുണ്ട്. ഒപ്പം ഇത് ഈ പ്രതിമ വന്നപ്പോൾ തന്നെ BRSും പ്രതിപക്ഷ കക്ഷികളും ഇതിനെതിരായിട്ട് രംഗത്ത് വരികയും ഇതൊരു തെലുങ്ക് ഗൗരവത്തിനെതിരായുള്ള നടപടിയാണെന്ന്, ഇതിനെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്നൊക്കെ നിലയിൽ BRSൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു കോൺട്രവേഴ്സി അവിടെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴാണ് 4-ാം തീയതി നടന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള 12-ാം തീയതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പുറകിൽ രാഷ്ട്രീയമില്ല എന്ന് നമുക്കങ്ങനെ കരുതാൻ പറ്റില്ല. അതിനപ്പുറമായിട്ട് YSR കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കർണൂൽ ജില്ലയിൽ നന്ദ്യാലിൽ അവിടെ മത്സരിച്ച ഒരു രവി റെഡ്ഡി, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നമ്മുടെ അല്ലു അർജുൻ പ്രചരണം നടത്തിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പിന്തുണച്ചു. ഇത് ഈ പറയുന്ന മറ്റ് പാർട്ടിക്കാർക്ക് എല്ലാവർക്കും തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരു അതൃപ്തിയുണ്ട്. ഇപ്പോൾ ചിരഞ്ജീവി അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. ചിരഞ്ജീവിയുടെ സഹോദരനാണ് പവൻ കല്യാൺ, ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രി. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഒരു അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ പോലും അവരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു സിനിമയുടെ പോലെ എല്ലാം ഇടകലർന്ന, കുടുംബവും രാഷ്ട്രീയവും സിനിമയൊക്കെ ഇടകലർന്ന സംഭവമാണ്. പക്ഷേ ഒന്ന് നിഷ്കളങ്കമായിട്ടാണ് ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം പുറത്തുവിടുന്നതെന്നൊക്കെ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി, ഇപ്പോൾ എന്തായാലും രേവന്ത് റെഡ്ഡി
നിയമത്തിൻ്റെ വഴിക്ക് പോകും, അതിലാരും ഇടപെടില്ല എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ട്. നമുക്കൊപ്പം വിജിത്ത് തുടരുന്നുണ്ട്. വിജിത്ത്, ഇപ്പോൾ പുഷ്പ 2 തിയേറ്ററിൽ ആളുകൾ കാണുകയാണ്. കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയില്ല എങ്കിൽ പോലും കേരളത്തിന് പുറത്ത് ഒക്കെ വലിയ രീതിയിൽ വലിയ റെക്കോർഡ് കളക്ഷനുമായിട്ടൊക്കെ മുന്നിട്ട് പോകുമ്പോഴാണ് അതിലെ നായകനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്. ഇത് സിനിമയ്ക്ക് ഗുണകരമാകും എന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലു അർജുൻ്റെ ഈ മാസ് ഇമേജിന് ഇടിവുണ്ടാക്കുമോ? എങ്ങനെയാണ് നിങ്ങളുടെ അക്കാര്യങ്ങളിലുള്ള ഒരു വിലയിരുത്തൽ? ഒരു നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു, ഒരു മരണം നടന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മുതലെടുപ്പിന് എന്തായാലും അല്ലു അർജുനോ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോ ശ്രമിക്കില്ല. ഇത് ഈ മാസ് പരിവേഷവും മറ്റ് സിനിമയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലൊക്കെ ചെയ്യുന്നതും ഒക്കെ മീഡിയയാണ്. അല്ലാതെ ഞങ്ങളിൽ പെട്ട ഒരാൾ, ഒരു അല്ലു അർജുന്റെ ഒരു ആരാധികയാണ് മരണപ്പെട്ടത്. അപ്പൊ ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ കുടുംബത്തിന് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ആ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സിനിമ ഓൾറെഡി വലിയ വിജയമായി കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലൊന്നും തെളിയിക്കാനുമില്ല. നിർമ്മാതാക്കൾക്ക് അതിന്റെ പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഒരു വിഷയം വെച്ചിട്ട് ഇതിൽ മുതലെടുപ്പ് നടത്താനോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും അല്ലു അർജുനോ അദ്ദേഹത്തിന്റെ ആരാധകരോ ശ്രമിക്കില്ല. ബാക്കി വരുന്നതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് മീഡിയാസും അവരുടെ ന്യൂസ് വാല്യൂ മാത്രമാണ്. വിജിത്ത്, ഇപ്പോൾ ഞാൻ സിനിമ കാണുകയാണെങ്കിൽ അല്ലു അർജുനോ രാം ചരണോ ഒക്കെയുള്ള സിനിമയാണെങ്കിൽ എനിക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം ഇനി എത്ര 200 അല്ല 300 അല്ല 500 പേര് വന്നാലും അടിച്ചിടുമെന്നുള്ള ഉറപ്പിൽ നമുക്കിരുന്ന് ആ സിനിമ കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇനി എത്ര ആയുധങ്ങളുമായി ആരൊക്കെ വന്നാലും. അപ്പോൾ അങ്ങനെ ആ ചിത്രങ്ങൾ ആസ്വദിക്കുന്ന, സിനിമ ആസ്വദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ നായകനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക വെറും ചീകളായിട്ട്. അപ്പോൾ അതൊരു മാസ് പരിവേഷത്തിനൊരു ഇടിവുണ്ടാക്കില്ലേ? അങ്ങനെ ഇടി ഉണ്ടാകത്തില്ല. സിനിമയായി തന്നെ കാണണം എന്നുള്ള നിലപാടാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. അങ്ങനെയൊക്കെ ഒരു പരിവേഷം ഉണ്ടാക്കുന്നത് നിങ്ങൾ മീഡിയാസ് അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതൊരു സിനിമയാണ്, ഇത് റിയാലിറ്റിയാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടൊരു മരണം നടന്നിട്ടുണ്ട്. അപ്പൊ അതില് അദ്ദേഹം ദുഃഖിതനാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് യാതൊരു ഇന്റൻഷനും ഇല്ലാത്തൊരു കേസിൽ 105, 118 പോലുള്ള സെക്ഷൻ ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് പിന്നിൽ എന്തൊക്കെയോ രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ നേരത്തെ ഇവിടെ ചർച്ചയിൽ ഒരാൾ പറഞ്ഞതുപോലെ രവി ഷെട്ടിയെ, അദ്ദേഹം ശില്പ കിഷോർ രവി ഷെട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫ്രണ്ടാണ് ഈ രവി റെഡ്ഡിയുടെ വൈഫും. അപ്പൊ അങ്ങനെ വളരെ ഈ അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സുഹൃത്ത് ഇലക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചാണ്. അതിനെ മീഡിയ ഇതുപോലെ ഊതിപ്പെരിപ്പിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലൊക്കെ ആംഗിളൊക്കെ അതിനെ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവിടുത്തെ CM-ഉമായിട്ട് ബന്ധപ്പെട്ട് അല്ലു അർജുനുമായിട്ട് ഒരു വിവാദമുണ്ട്. ഇതെല്ലാം അദ്ദേഹം പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ വലിയ വിജയം തെലുങ്കിലെയും മറ്റ് സ്ഥലങ്ങളിലെയും പ്രമുഖരെ സ്വസ്ഥരാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർഡം പലരും ഭയക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ കളികളാകാം എന്നൊക്കെയാണ് ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിന്റെ ഉദ്ദേശം നിഷ്കളങ്കമല്ല. സിനിമയായും ജീവിതമായും കാണുന്ന വളരെ റിയലിസ്റ്റിക്കായി ചിന്തിക്കുന്ന ഫാൻസ് അസോസിയേഷനാണ്. പക്ഷേ ഇതിനപ്പുറം നിങ്ങളുടെ അസോസിയേഷന് പുറത്തുള്ള ആളുകൾ ഇതുപോലെ ഇത് കാണുമോ ഇല്ലയോ എന്നുള്ളതും ഒരു പ്രസക്തമായ കാര്യമാണ്. ഡോക്ടർ എൽസി ഉമ്മൻ കൂടി നമുക്ക് വിചാരിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും അവരങ്ങനെ തന്നെ കാണും. നമുക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ അസോസിയേഷന് പുറത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ലല്ലോ. ശരി അങ്ങനെ ചിന്തിക്കാനാകട്ടെ, അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഡോക്ടർ എൽസി ഉമ്മൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുടുംബത്തിന്റെ പരാതിയിൽ തുടങ്ങിയ അന്വേഷണമാണ് ഈ നിലയിൽ അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റിലേക്ക് അത് എത്തുമ്പോൾ ആ കുടുംബം, ആ മരിച്ച രേവതിയുടെ ഭർത്താവ് പറയുന്നു, ഞങ്ങൾക്ക് പരാതിയില്ല, അല്ലു അർജുൻ അതിൽ കുറ്റക്കാരനാണെന്ന് കരുതുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുകയാണ് 9 വയസ്സുള്ള അവരുടെ മകൻ. നോക്കൂ, നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട്, തൊപ്പി വന്നപ്പോൾ പോലും ആളുകൾ തിരക്കി അവിടേക്ക് എത്തുന്നത് കണ്ടിട്ടുണ്ട്. പല സിനിമാ താരങ്ങളെയും മോശമായി അവരോട് പെരുമാറുക, അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക,
തുടങ്ങി ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരാധകർ അവരുടെ ആരാധന മൂത്ത് കാണിക്കുന്ന പല കോപ്രായങ്ങളും നമ്മൾ കണ്ടിട്ടും ഉള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ അതൊരു അതിര് കടന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും അതൊരു ദാരുണ സംഭവത്തിൽ അവസാനിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ആരാധകർ ഇങ്ങനെ ഒരു സിനിമയുടെ റിലീസിന് സ്വന്തം ജീവനും പോലും അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് അവിടെ ആ തിക്കിലും തിരക്കിലും പെട്ടുപോകുന്ന സാഹചര്യത്തിൽ എത്തുന്നു. എന്താണ് അവരെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഘടകം? ഇതിന് അറുതി ഉണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിപ്പോയി. കാരണം ഒരാള് ജീവൻ വെടിഞ്ഞു, മറ്റേ ആള് വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു കുഞ്ഞ്. ഫാൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ അത് നമ്മൾ നോർമലായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ആളിനോടോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാനോടോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോടോ അല്ലെങ്കിൽ അങ്ങനെ സാമൂഹ്യമായിട്ടോ ഒക്കെ നിലനിൽക്കുന്ന ആളുകളോട് നമുക്കൊരു ഇഷ്ടമോ ആരാധനയോ ഒക്കെ വരാം. പക്ഷെ പലപ്പോഴും എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് ആ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ എവിടെ ഡ്രോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പരിധി വിട്ട് സകല പരിധികളും സകല മാനദണ്ഡങ്ങളും ലംഘിച്ചു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് തീർച്ചയായിട്ടും നോർമൽ ബിഹേവിയർ അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഇതിന്റെ ഒരു മനഃശാസ്ത്ര തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൗമാരപ്രായക്കാർക്കാണ് ആദ്യമേ ഇതിന്റെ ഒരു തുടക്കം വരുന്നത്. അതായത് ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. താൻ ആരാണ്, തന്റെ ചുറ്റുപാട് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു പ്രായമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. ആ സമയത്ത് അവരുടെ ഇഷ്ടത്തിനൊത്ത ഒരാൾ, അവരുടെ സങ്കല്പത്തിലൊത്ത ഒരാൾ, അല്ലെങ്കിൽ അവർ പെർഫെക്റ്റ് എന്ന് കരുതുന്ന ഒരാൾ സ്ക്രീനിൽ തെളിയുമ്പോൾ അവരോട് ആരാധന തുടങ്ങും. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് പിന്നെ അതൊരു വെർച്വൽ ഇന്റിമസി ആയിട്ട് അത് പരിവർത്തിക്കപ്പെടും. പ്രത്യേകിച്ചും ഇപ്പോൾ ഇത്രയും ടെക്നോളജി വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് എപ്പോഴും കയ്യിൽ വിരൽത്തുമ്പിൽ ഉള്ളത് കൊണ്ട് പോലും ആ ഒരു വെർച്വൽ ഇന്റിമസി വരും. ആ ഒരു വെർച്വൽ ഇന്റിമസിയിൽ നിന്നാണ് പിന്നെ ഒരു ഫാൻ ബിഹേവിയർ ആയിട്ട് അത് പരിണമിച്ചു വരുന്നത്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒബ്സെഷണൽ ലെവലിലേക്ക് എത്തിപ്പെടാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഇതിലേക്ക് വരുന്നത്. ഈ ഒബ്സെഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ആള് അവര് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമാജിനറി വേൾഡിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സിനിമ കണ്ടു, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു 500 പേരെ ഒരുമിച്ച് അടിച്ചിടുന്നു, ഗുണ്ടകളെ വരെ അടിച്ചിടുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി അല്ല എന്ന് ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷെ സിനിമയിൽ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ഇമാജിനറി വേൾഡ് ആണ്. അപ്പൊ ഈ ഒരു ഇമാജിനറി വേൾഡിലേക്ക് അവർ ചുരുങ്ങുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ചുരുങ്ങി കഴിയുമ്പോഴാണ് ഒരു വിനോദോപാധിയായിട്ട് അവസാനിക്കേണ്ട ഒരു സിനിമ അത് പരിധി വിട്ട് ലംഘിച്ച് ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ പലരിലും തുടങ്ങുന്നതിന്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഒബ്സെഷണൽ സ്റ്റേറ്റിലേക്ക്, ഒബ്സെഷണൽ ലെവലിലേക്ക് ഇത്തരം ആൾക്കാർ എത്തിപ്പെടുന്നു. അപ്പോൾ അവര് ഒരുപക്ഷെ അവരുടെ നഷ്ടങ്ങൾ മറക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രണയ നഷ്ടമോ അല്ലെങ്കിൽ വൈവാഹിക ജീവിത നഷ്ടമോ ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ തുടങ്ങിയാലും മിഡിൽ ലൈഫിലുള്ളവർക്കും ഇതേ ഇഷ്യൂസ് വരാം. കാരണം ഇപ്പോൾ അവർക്കൊരു ഒരാളോട്, അത് ഇന്നയാളെന്നില്ല, അപ്പൊ സ്ത്രീ ആകാം പുരുഷനാകാം, ഒരു റൊമാൻറ്റിക് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ആ ഒരു ആരാധനയുടെ ഒരു തരത്തിലാണ് അത് പിക്ചറൈസ് ചെയ്ത് പെടുന്നതെങ്കിൽ അതിനകത്തൊരു ബ്രീച്ച്, കോൺട്രാക്ടിന്റെ ബ്രീച്ച് വരുന്നില്ല. അപ്പൊ കുറച്ചും കൂടെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസും ഇത്തരം ആരാധനകൾക്ക് കിട്ടാറുണ്ട്, ആരാധകർക്കും കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പല 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 ഘടകങ്ങൾ ഇതിനകത്ത് ചേർത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഇത്തരം ഒരു ഒബ്സെഷണൽ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഒപ്പം മറ്റു പല ഘടകങ്ങളും വരുന്നു. ഉദാഹരണത്തിന് അവര് ആ ഒരു ഇമാജിനറി വേൾഡിൽ അവർക്ക് വരുന്ന നഷ്ടങ്ങൾ അല്ലെ അവരുടെ സ്വപ്നങ്ങൾ ചെതറിപ്പോയത് ഒക്കെയും ആ ഒരു ഇമാജിനറി വേൾഡുമായിട്ട് അവർ താരതമ്യം ചെയ്ത് താതാത്മ്യപ്പെട്ട് ആ ആളിനെ അനുകരിക്കാനുള്ള വ്യഗ്രത വരുന്നു. ആ ആൾ എന്തൊക്കെ വേഷപകർച്ചകൾ ചെയ്യുന്നു ആ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു വ്യഗ്രത വരുന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അതേപോലെ ആകാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊരു വശത്ത് കിടക്കുമ്പോൾ തന്നെ ആ ആളിനെ എതിരായിട്ട് കോമ്പറ്റീറ്ററായിട്ട് ആരെങ്കിലും ആ ഫീൽഡിലുണ്ടെങ്കിൽ അവർക്കെതിരെ തിരിയുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ത്രെറ്റ് വരെ ചെയ്യുന്നു. അതായത് സ്വയം മരിച്ചു കളയും, മറ്റുള്ളവരെ ഉപദ്രവിച്ചു കളയും എന്നുള്ള ത്രെറ്റ് വരുന്നു. നമുക്കറിയാം പലപ്പോഴും സെലിബ്രിറ്റീസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ തന്നെ സ്വയം മുറിവേൽപ്പിക്കുന്ന ചരിത്രം നമുക്കറിയാം, നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അപ്പൊ ആ തരത്തിലേക്കൊക്കെ വിയേർഡായിട്ടുള്ള, അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ വൈകൃത രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും ഒരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥ. പിന്നീട് അടുത്ത പടി കഴിയുമ്പോഴാണ് ഒരു ഐഡലൈസേഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നത്.
അതായത് ഇവരെ ഒരു വിഗ്രഹമൂർത്തിയായിട്ട് കണക്കാക്കുക, ഒരു ദൈവത്തെ പോലെ തന്നെ കണക്കാക്കുക. ആ തരത്തിൽ അമ്പലങ്ങൾ പണിയുക, ക്ഷേത്രങ്ങൾ പണിയുക, അല്ലെങ്കിൽ അവരുടെ പടം പൂജാമുറിയിൽ വെച്ച് അവരെ ആരാധിക്കുക, അവര് മരണപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിലും ഇതൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലേക്ക് ഒരാള് ഒരു സങ്കുചിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചുരുങ്ങി അങ്ങനെ ഒരു വല്ലാത്ത വിയേർഡ് ഒബ്സഷൻ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ഇതൊരു അപകട രീതിയിൽ വരുന്നതും മറ്റ് കാര്യങ്ങൾ ഉണ്ടാകുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു മിക്സ്ഡ് ആൾക്കാരാണ്. പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അമിത ആരാധനയുടെ പുറത്ത് പോകുന്നവരുണ്ട്, അത് മറ്റ് ലക്ഷ്യങ്ങൾ വെച്ച് പോകുന്നവരുണ്ട്, ഈ പറഞ്ഞതുപോലെ പ്രൊമോഷന്റെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങൾ വെച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വരുന്ന ക്രൗഡ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഇത്തരം ക്രൗഡ് വരും എന്നുള്ളത് നമ്മളത് മുൻകൂട്ടി കണ്ട്, അത് തന്നെയല്ല വരുന്നവര്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു അൺറിയൽ വേൾഡിൽ ജീവിക്കുന്നവരോ ഈ പറഞ്ഞ പോലെ ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ആ ഒരു പോപ്പുലേഷനിൽ വരാൻ, ആ ഒരു ക്രൗഡിൽ വരാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കാണണം. കാരണം ഇത്തരം ഇൻസിഡൻസസ് ഒക്കെ എത്രയോ തവണ നമ്മൾ പത്രോധാര അറിഞ്ഞിരിക്കുന്നു ഇതെങ്ങനെയാണ് പരിധി വിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു അറിവ് വെച്ച് ഇങ്ങനെ മനോദൗർബല്യം ഉള്ളവരും ആ കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ അത് സാഹചര്യം വരാം, ചിലപ്പോൾ തിക്കും തിരക്കും കൊണ്ടും വരാം. അങ്ങനെയും നമ്മൾ അതിനെ കാണണമല്ലോ. അപ്പൊ ആ തരത്തിൽ ഒരു അച്ചടക്കത്തോടെ പോകാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അനിവാര്യം. ശരി, ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഇവിടിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് പരിഗണിക്കുമ്പോൾ ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് കോടതി പറഞ്ഞത്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹീസ് ആൻ ആക്ടർ ക്യാൻ ഹി ബി ഹെൽഡ് ലൈക്ക് ദിസ്, ദർ ആർ നോ ഇൻഗ്രീഡിയൻസ് ഓൺ ദിസ് എർത്ത്, ഹി ഹാസ് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്നാണ്. നമുക്കറിയാം, ഒരു വലിയ നടനായി പോയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ആ പ്രീമിയർ ഷോയിൽ അവിടെ പങ്കെടുക്കാതിരിക്കണം, അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറുന്നൊരു സാഹചര്യമുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ഈ സിനിമാക്കാരുമായി ബന്ധപ്പെട്ടല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്, സിനിമാക്കാരല്ലാത്തവരുമായിട്ടുണ്ടാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു യൂട്യൂബർ ഏത് രീതിയിലാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നത്, പൊളിറ്റീഷ്യൻസിനെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ അവിടെയും ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കാം. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം അവിടെ വരുന്നവർക്കും സംസാരിക്കേണ്ടവർക്കും ആണ്. ലോ ആൻഡ് ഓർഡർ ഉറപ്പാക്കേണ്ടുന്ന പോലീസ് അവിടെ കാഴ്ചക്കാരായി നിന്നുകൊണ്ട് അതിനെത്തുന്ന ആളുകളെ സെലിബ്രിറ്റി എന്നതുകൊണ്ട് മാത്രം അവരുടെ മേൽ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലൊരു നീക്കം നമുക്ക് ഈ സംഭവത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ ആരോപണങ്ങൾ ഇതുപോലെ നിൽക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല. അതുപോലെ ആ ക്രൗഡ് മാനേജ്മെൻറ്റിന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ് ഇതിൻ്റെ ആധാരം. ഇതിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു എൻക്വയറി വേണം. അല്ലാതെ ഇതിനകത്ത് അവിടെ വന്ന സെലിബ്രിറ്റി അറസ്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്, അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഇപ്പോൾ ഈ FIR മിക്കവാറും അടുത്ത ഫ്രൈഡേ അത് കോൾ ചെയ്ത് പോകും. ആ FIRന് യാതൊരു ലൈഫുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് കോൾ ചെയ്ത് പോകും. ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് കോൾ ചെയ്ത് പോകും. വേണമെങ്കിൽ അങ്ങേറ്റം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിയേറ്റർ ഓണർ, നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞില്ല, ആ തിയേറ്റർ ഓണറുടെ ലെറ്റർ ഫോർജഡ് ആണെങ്കിൽ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ലയബിലിറ്റി, എന്നാലും എത്രമാത്രം ക്രിമിനൽ ലയബിലിറ്റിക്ക് പോകുമെന്നുള്ളത് സംശയാസ്പദമാണ്. പക്ഷേ ഏതായാലും ഇദ്ദേഹത്തിനെതിരെയുള്ള FIR കോൾ ചെയ്ത് പോകും. പക്ഷേ ഇതിനെയൊക്കെ കാട്ടിയുള്ളൊരു ബിഗർ ഇഷ്യൂ എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സാണ്. ഒന്ന്, ഈ ചാടിക്കേറി പോലീസുകാർ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ ചാടിക്കേറി അറസ്റ്റ് ചെയ്ത് എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഇതിൻ്റെ ഭാഗത്ത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു എൻക്വയറി ഉണ്ടായെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എൻക്വയറി ഉണ്ടാകണം. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ട് ഫൈൻഡിങ് ബോഡി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാകാൻ പറ്റൂ. അല്ലാതെ വന്ന മിസ്റ്റേക്കിന് വേറൊരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് അത് റെമഡി ആവത്തില്ല. ഇതിപ്പം ഗവൺമെൻറ്, ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ലാപ്സിന് ചുമ്മാ ആവശ്യമില്ലാതെ ഒരു ക്രൈം കേസ് എടുത്തിട്ട് അതും ഇത്രയും വലിയൊരു സെക്ഷൻ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാവുന്ന വകുപ്പാണ്. അതിനുവേണ്ടി അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ഇന്നിപ്പം ഹൈക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഇന്ന് ജയിലിലോട്ട് പോയി. ഇത്രമാത്രം ഫാൻ ഫ്ലോയിങ്ങും സെലിബ്രിറ്റി സ്റ്റാറ്റസും ഉള്ള ഒരാളാണ്. അപ്പം ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ആൾക്കാർ നാളെ ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്യും? ഇല്ലീഗൽ അറസ്റ്റാണ്, ഇല്ലീഗലായിട്ട് കസ്റ്റഡി കിടക്കുകയാണെന്ന് പറഞ്ഞ് നാളെ ഇത് വലിയ പ്രതിഷേധവും പ്രകടനവും, ഇത് വലിയൊരു ലോ ആൻഡ് ഇഷ്യൂ ആയിട്ട് ഇത് കയറി കത്തുകയല്ലേ. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ, ഒരു സമചിത്തതയോടുകൂടി ആലോചിക്കാതെ, അതിൻ്റെ വരുംവരായകൾ നോക്കി മനസ്സിലാക്കാതെ
പോലീസിന് പവറുണ്ട്, അറസ്റ്റ് ചെയ്യാൻ പവറുണ്ട്, ഇല്ലയെന്ന് ആരും പറയുന്നില്ല. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പവറുണ്ട്. പക്ഷേ ആ പവറിൻ്റെ പുറകിൽ ഫോളോസ് എ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ സമചിത്തയോടുകൂടി ആ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനകത്ത് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചുമ്മാ ഒരാളെ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഒരു വീട്ടിലിരിക്കുന്ന ഒരാളെ കയറി അങ്ങേരോട്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യുക, അത് തന്നെയാണല്ലോ ജസ്റ്റിസ് ശ്രീദേവി എന്നത് അവരുടെ ഓർഡറിനകത്ത് പ്രത്യേകമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തൊരു കാര്യമാണ്. 2 മണിക്കൂർ അവർ വാദം കേട്ടിട്ട് അവർ അത്ഭുതപ്പെട്ടിരുന്നു, എന്തിനാണ് ഈ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അവർ മാഡം ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ലാപ്സസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ചെയ്തൊരു കാര്യമാണോ, അതോ ഇനി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ, വേറെ ഏതെങ്കിലും കറുത്ത കൈകളല്ലോ ഇതിൻ്റെ പുറകിലുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ശരി, എന്തായാലും ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി അന്വേഷണം ഉണ്ടാകണം എന്നതാണ് ആവശ്യം. നമുക്കറിയാം, ഈ ആരാധകർ മാത്രമല്ല മറ്റ് സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സിനിമയിലെ നായികയായ രശ്മിക മന്ദാന ഉൾപ്പെടെയുള്ള ആളുകൾ, നാനിയൊക്കെയും സമൂഹ മാധ്യമങ്ങളിൽ ഇതൊരു സാമൂഹികമായി ഒരു ഉണർവുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയവരുണ്ട്. കാരണം ഇത്തരം ക്രൗഡുകൾ ഉണ്ടായാൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആരാധകർ സ്വയം നിയന്ത്രിക്കണം. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു ദാരുണ സംഭവമാണ് ഉണ്ടായതെങ്കിൽ പോലും അതിനെ ആ രീതിയിൽ ആ ചർച്ചകൾ മാറണം എന്നതാണ് അവർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന കാര്യവും. ഞാൻ മറ്റതിഥികളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് ആദർശ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദർശ്, ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയം, ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം, അതിനുവേണ്ടി സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്ത് ആ ചർച്ചകൾ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം എന്നത് ഒന്ന്. മറ്റൊന്ന്, ഒരു പൊതു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ അല്ലു അർജുൻ ചീഫ് മിനിസ്റ്ററുടെ പേര് പറയാൻ വിട്ടുപോകുന്നു. അതിലുള്ള പ്രതികാരം എന്ന തരത്തിൽ വരെ സൈറ്റുകളിൽ വാർത്തകളുണ്ട്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ കാരണമുണ്ട് ഈ അറസ്റ്റിലേക്ക് നയിച്ചതിന് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇത് അറസ്റ്റിലേക്ക് നയിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ കാരണമുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അറസ്റ്റിന് ശേഷം സംഭവിച്ച കാര്യങ്ങളിൽ ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. അതിലാദ്യം പറയേണ്ടത്, ഇപ്പോൾ ഇവിടെ മുമ്പ് ചന്ദ്രകാന്ത് സാർ സൂചിപ്പിച്ചത് തെലങ്കാനയിലെ ഒരു പ്രതിമ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലു അർജുൻ്റെ ഒരു അറസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അല്ലു അർജുൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവാത്തൊരു ഇഷ്യൂ ആണ്. അതിനകത്തോട്ട് അല്ലു അർജുനെ കൊണ്ടുവരേണ്ട ഒരു കാര്യവും അവിടുത്തെ അതൊരു അറ്റൻഷൻ ഡൈവേർട്ടിംഗ് സ്ട്രാറ്റജി ആയിട്ട് എടുത്താൽ തന്നെ എന്ത് മോശം സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് തെലുങ്ക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാദേശിക വികാരങ്ങൾ നിങ്ങൾക്ക് എതിരാവാൻ പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ കൂടി വെറുപ്പിച്ച് അയാളുടെ ആരാധക വൃന്ദത്തെ കൂടി വെറുപ്പിക്കുന്നത് എന്ത് മോശം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരിക്കും. റേവന്ത് റെഡ്ഡി എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പൊളിറ്റീഷ്യനായി വന്ന് അവിടുന്ന് ഒന്നുമില്ലാതിരുന്നിടത്തുനിന്ന് കോൺഗ്രസ് പാർട്ടി അവിടുത്തെ വിജയപാതയിൽ എത്തിച്ച് അവിടുന്ന് ചീഫ് മിനിസ്റ്റർ ആയ ആളാണ്. അദ്ദേഹം ഇത്തരം ഒരു ബ്ലണ്ടർ കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അല്ലു അർജുൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു പോയതുകൊണ്ട് ചെയ്ത പ്രതികാര നടപടിയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അതിനും അപ്പുറത്തേക്ക് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് നാം കാണുന്ന ചന്ദ്രബാബു നായിഡു അവിടുത്തെ CM ആയി മാറുന്നതാണ്. മുമ്പ് ജഗനെ അറസ്റ്റ് ചെയ്യുന്നു, ജഗൻ പിന്നീട് CM ആയി മാറുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ ജനവികാരം തിരിച്ചായി മാറും എന്നറിയാവുന്ന ആൾക്കാരാണ് അവിടുത്തെ പൊളിറ്റീഷ്യൻസ്. അല്ലു അർജുന്റെ ആളുകൾ തന്നെയാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലെന്നാണ്? ഒന്നുമില്ല, ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഞാൻ അല്ലു അർജുൻ്റെ പേരിൽ ഞാൻ ഒരു കോൺസ്പിറസി തിയറി ഒന്നും കൊണ്ടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സ്വാഭാവിക നടപടിയാണ്. തിയേറ്റർ ഉടമകൾക്ക് വന്നതുപോലെ തന്നെ അല്ലു അർജുന് നേരെയും ഒരു നിയമ നടപടി വരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറയുന്നത് അല്ലു അർജുൻ ഇതിനകത്ത് എങ്ങനെ റെസ്പോൺസിബിൾ ആവുമെന്നാണ് ഒരു ചോദ്യം വരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലു അർജുൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ വന്നിട്ടുള്ള ആൾക്കാരെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലു അർജുൻ്റെ സെക്യൂരിറ്റിയുടെ പേരിൽ. അത് ചെയ്യാൻ ആ സെക്യൂരിറ്റി ഫോഴ്സസിന് യാതൊരു അവകാശവുമില്ല. അവർക്കെതിരെയും കേസുണ്ട്. അല്ലു അർജുനാണ് അറസ്റ്റിലേക്കാണല്ലോ പക്ഷേ ഇത് പോയത്. നമുക്ക് സമയം തീരുന്നതുകൊണ്ടാണ്. ചന്ദ്രകാന്ത്, ഇവിടെ ഇപ്പോൾ കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് സിനിമയിലേക്കും കുടുംബത്തിലേക്കും പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇന്ന് ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർ അല്ലു അർജുൻ്റെ വീട്ടിലെത്തിയത് എന്ന വാർത്തകൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അത് നിലനിൽക്കുന്നതാണോ അത്തരം ആരോപണങ്ങൾ, അതോ ഇത് പ്യുവർ പൊളിറ്റിക്സ് ആണ് ഇന്ന് നടന്ന ഈ നാടകത്തിന് മുഴുവൻ കാരണം എന്നതാണോ?
അപ്പോൾ ആദർശ് പറഞ്ഞ പോലെ എനിക്കിപ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും രേവന്ത് റെഡ്ഡി ഇന്നലെ ചെയ്തത് നാളെ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരെന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു പൊതുജന വികാരമായിട്ട് BRS ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന തെലങ്കാന തള്ളി എന്ന് പറഞ്ഞ വിഷയം എന്നത് ഡിസംബർ 10-നാണ് അത് അവിടുത്തെ സ്റ്റാച്യു ഇനാഗറേറ്റ് ചെയ്തത്. ഡിസംബർ 10 എന്നത് സോണിയാഗാന്ധിയുടെ ജന്മദിനമാണ്. അന്ന് കൈപ്പത്തിയുള്ള ഒരു സ്ത്രീ ഒരു അമ്മയുടെ പ്രതിമ വെക്കുന്നു. സോണിയാഗാന്ധിയാണ് തെലങ്കാനയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഏറ്റവും ഇനിഷ്യേറ്റീവ് എടുത്തത് എന്ന് പറയുന്നു. ചിദംബരമാണ് അവിടെ ബില്ല് കൊണ്ടുവന്ന് പറയുന്നു. ഇതൊരു പൊളിറ്റിക്സ് തന്നെയാണ്. അല്ലാതെ അത് പൊളിറ്റിക്സ് കാണാതിരിക്കാൻ പറ്റില്ല. അത് അവർക്ക് ഞാൻ പറയുന്നത് ആദർശ്, ഇത് രാഷ്ട്രീയത്തിനകത്ത് അല്ലു അർജുൻ വരുന്നോ അല്ലെങ്കിൽ വേറെ ആൾ വരുന്നു എന്നുള്ളതല്ല. അവർക്ക് വേണ്ടത് ഒരു പ്രഷർ ഉണ്ടാകുന്നു. ആ പ്രഷറിനെ എങ്ങനെയെങ്കിലും കുറച്ച് നാളത്തേക്ക് ഡൈവേർട്ട് ചെയ്യണം. അല്ലാതെ അവർക്ക് വലിയ ലോങ് ടൈം സ്ട്രാറ്റജി ആയിട്ട് നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ രേണു ചോദിച്ച പോലെ തന്നെ അല്ലു അർജുൻ തന്നെ ആയിരിക്കണം ഈ അറസ്റ്റിന് പിന്നിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാളെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയാകില്ല. അതല്ല, അവിടെ എന്താണ് നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളൊരു തെലുങ്ക് പടം കാണുന്ന പോലെ കാണുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ കഴിഞ്ഞ 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള അല്ലെങ്കിൽ നടക്കുന്ന ഒരു തർക്കമുണ്ട്. അതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ പറ്റും. പറഞ്ഞതിനോട് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് അല്ലു അർജുനും പവൻ കല്യാണും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലു അർജുൻ പവൻ കല്യാൺ തന്നെ പാർട്ടിയുടെ പരിപാടികൾക്ക് പോയി പങ്കെടുത്തിട്ടുണ്ട്. അത് ക്യാമ്പയിൻ തെലങ്കാനയിലാണ് അറസ്റ്റ്, അല്ലാതെ അല്ല ഞാൻ പറഞ്ഞത് പങ്കെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അല്ലു അർജുൻ ഇത് ദേശീയ തലത്തിൽ വിഷയം വന്നിട്ട് അല്ലു അർജുൻ എങ്ങനെയാണ് നാഷണൽ അവാർഡ് കിട്ടിയത്? പവൻ കല്യാണും BJP തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണെന്നുള്ള ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോ ഇതിന്റെ രാഷ്ട്രീയ ഇത് പിന്നീട് ഈ വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു സ്വാഭാവിക. ശരി, നമ്മൾ സമയം പൂർണ്ണമായിട്ടും അവസാനിച്ചതുകൊണ്ടാണ്. എന്തായാലും വ്യക്തമായ ഒരു അന്വേഷണം ഇതിന് വേണം. എന്താണ് ഈ അറസ്റ്റിലേക്കൊക്കെ നയിച്ചത്, എന്താണ് തിയേറ്ററിലുണ്ടായ സംഭവം എന്നതാണ് ഇവിടെ ഉയർന്ന കാര്യം. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. എങ്ങനെ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ഈ വിഷയത്തെ സമീപിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.